അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ 4-ാമത്തെ ദിവസത്തിലാണ് നാമൊക്കെ ഉള്ളത്. അള്ളാഹു നമുക്ക് പരിശുദ്ധ റമളാനിലെ നോമ്പ് റാഹത്തോടെ, സന്തോഷത്തോടെ, തഖ്വയോടുകൂടെ നോറ്റുകൂട്ടുവാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്കൊക്കെ തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ 5-ാമത്തെ തറാവീഹ് നിസ്കാരമാണ് ഇന്ന് രാത്രി നാം നിർവഹിക്കേണ്ടത്. തറാവീഹൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കണം. ചില കുട്ടികളെ സ്വഭാവം കാണിക്കുമല്ലോ, എന്നാലും കുട്ടികളോട് വലിയ മുതിർന്ന ആളുകൾ തറാവീഹിൻ്റെ ഇടയിൽ ഡോറ് തുറക്കുക, അടക്കുക, തുറക്കുക, ഈ ഒരു അവസ്ഥ വരുമ്പോൾ അവരോടൊന്ന് ഉണർത്തി കൊടുക്കുക. മക്കളെ, തറാവീഹ് നിസ്കാരമാണ്, റമളാനിലെ സ്പെഷ്യൽ നിസ്കാരമാണ്, വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നിർവഹിക്കേണ്ടത് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് പള്ളിയിൽ വരുന്ന മുതിർന്ന ആളുകളുടെയും ആ മക്കളുടെ രക്ഷിതാക്കളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അധിക പള്ളികളിലും തറാവീഹൊക്കെ നടക്കുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ട മക്കൾ തറാവീഹ് നിസ്കരിക്കാതെ മുകളിലോട്ട് ചേക്കേരി മുകളിലേക്ക് ചെന്നിരുന്ന് സ്വറ പറയുന്നതും ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിത്വം കാണിക്കും. കുട്ടികൾ കാണിക്കുന്നില്ലെങ്കിൽ അവർ കുട്ടികളാണോ, അല്ലെങ്കിൽ അവർക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നാം ഒക്കെ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ 5-ാമത്തെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ മഹത്വം കൂടി അറിഞ്ഞ് നിസ്കരിച്ചാൽ ഇഖ്ലാസ് കൂടാൻ അത് കാരണമാകും. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ റമളാൻ ഷരീഫിൽ ആരെങ്കിലും 5-ാമത്തെ രാത്രിയിൽ തറാവീഹ് നിസ്കരിച്ചാൽ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ അഖ്സയിലും, അഥവാ മക്കത്തെ പള്ളിയായ മസ്ജിദുൽ ഹറാം, മദീനത്തെ പള്ളിയായ മസ്ജിദുൽ നബവി, ഫലസ്തീനിലെ പള്ളിയായ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ് എന്ന് നമ്മൾ പറയുന്ന പള്ളി, ഈ 3 പള്ളിയിലും നിസ്കരിച്ച് കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണോ കിട്ടുക, അത്രത്തോളം ഫലം 5-ാമത്തെ തറാവീഹ് നിസ്കാരത്തിനിക്ക് അല്ലാഹു തആല നൽകുകയാണ്. ഓരോ ദിവസവും പ്രതിഫലം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് എല്ലാവരും തറാവീഹ് നിസ്കാരത്തിൽ നന്നായി ശ്രദ്ധിക്കണം. മസ്ജിദുൽ ഹറമിൽ ഒരാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റു പള്ളികളിൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. മസ്ജിദുൽ നബവിയിൽ, മദീനത്തെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10,000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. മറ്റു പള്ളികളിൽ 10,000 നിസ്കരിച്ച കൂലി കിട്ടും. മസ്ജിദുൽ അഖ്സയിൽ ഒരാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റു പള്ളികളിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്ന കൂലി കിട്ടും. അപ്പോൾ ഈ എല്ലാ പള്ളികളിലും നിസ്കരിച്ച കൂലി ഈ വിശുദ്ധമായ റമളാൻ ഷരീഫിലെ 5-ാമത്തെ തറാവീഹിനിക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ കൂലിയൊക്കെ കരസ്ഥമാക്കി ആത്മാർത്ഥതയോടെ, ഇഖ്ലാസോടെ പടച്ച റബ്ബിൻ്റെ വജ്ഹിന് വേണ്ടി നിസ്കരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.